തിരുവനന്തപുരം വിഴിഞ്ഞം ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതേ കാണുന്നത് വിഴിഞ്ഞം ജംഗ്ഷനാണ്. അതായത് തിരുവനന്തപുരം എന്ന് വരുമ്പോൾ വിഴിഞ്ഞം ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു HP-യുടെ പമ്പുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിൽ ശരിക്കും 2 ആക്സസ് ഉണ്ട്. ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ നടന്ന് കയറാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമുക്ക് കാറ് വരുന്ന വഴിയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി മേളിലൂടെ വരേണ്ടതായിട്ട് വരും. ആ രീതിയിൽ 2 ആക്സസ് ഉണ്ട്. എന്തായാലും ഇതുവഴിയുള്ള വഴി ഞാൻ പ്രോപ്പർട്ടിയിലേക്ക് കാണിച്ചു തരാം. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനോട് വളരെയേറെ ചേർന്ന്, അതായത് തൊട്ട് താഴെ ജംഗ്ഷനാണ്. അതേ പള്ളിയെ കാണുന്നുണ്ടോ, അത് ജംഗ്ഷൻ അപ്പുറത്തേക്ക് നമുക്ക് ആ ക്രെയിന് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൻ്റെ വീടിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തായിട്ട് പോർട്ട് ഇരിക്കുന്ന പോലെ തോന്നും. അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ടോട്ടലായിട്ട് 6.72 സെൻറ്റിൽ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന 7 ബെഡ്റൂമുകളും 7 ബാത്റൂമും അടങ്ങുന്ന ഒരു വലിയൊരു വീടാണ്. 3 നിലകളിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ബാക്കി ദൃശ്യം കാണാം. വാ. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ ഒരു വഴിയെ കയറി വരുമ്പോൾ നേരെ വന്ന് കയറുന്നത് നമ്മുടെ വീടാണ്. ഇതിൻ്റെ അപ്പുറത്തെ വഴിയാണെങ്കിൽ ആ സൈഡിലാണ്. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഇതുവഴി വന്ന് കയറുക. ഈ വഴി ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് വലിയ വണ്ടി വരുന്ന വഴിയിലേക്ക് ചെന്ന് ചേരും കേട്ടോ. അത് ഞാൻ ആ സൈഡിൽ പോകുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലെ വലിയ വണ്ടി വരുന്ന വഴി ഇതാണ്. ഈ രീതിയിൽ വലിയ വണ്ടി കൊണ്ടൊന്നും നമുക്കിതാ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വാ. വീടിന് ചുറ്റും നമുക്കിതാ ഈ രീതിയിൽ ഒരു വരാന്ത ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കറങ്ങി തന്നെ അപ്പുറ സൈഡിലേക്കും വരും. നമ്മൾ നേരത്തെ നടന്ന് വന്ന് കയറിയ ആ വഴിയിൽ അവിടേക്കും വരും. നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 നിലകളിലായിട്ട് 5000 സ്ക്വയർ ഫീറ്റിന് മേളിലേക്കാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത്. അപ്പം എന്താ ഇതിൽ നിന്ന് നമുക്കിതാ ഈ സൈഡിലേക്കും ഒരു വരാന്ത സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ആ നടന്ന് വന്ന് കയറിയ വഴിയുടെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പം വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂം, പിന്നെ അത് പോയിട്ട് കിച്ചൺ, പിന്നെ ഇതാ ഈ കാണുന്ന കോമൺ സ്പേസ് ലിവിങ് ഏരിയയും ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ്ങും വരും. ആ രീതിയിലാണുള്ളത്. നേരത്തെ ഇതിൻ്റെ ഓണർ ഇതൊരു 3 പോർഷൻ ആക്കിയതിന് ശേഷം 3 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 40,000 രൂപയ്ക്ക് പുറത്ത് റെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ചെയ്ത് ആ രീതിയിൽ 3 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിച്ചണെല്ലാം കണ്ടതിന് ശേഷം നമുക്കിനി അടുത്ത നിലകളിലേക്ക് പോകാം. ഇതാണ് ഈ നിലയിലെ കിച്ചൺ വരുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ വുഡിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. കിച്ചണോട് ചേർന്ന് തന്നെ ഈ രീതിയിലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 പാർട്ടിക്കായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്ത് ഇതുവഴി സ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി അവർക്ക് മേളിലത്തെ 2 നിലകളിലേക്കും കയറാവുന്ന രീതിയിൽ വരാൻ സാധിക്കും. ടോട്ടലായിട്ട് നമുക്ക് ഇതിനകത്ത് 7 ബാത്റൂമാണ് വരുന്നത്. അതിൽ ഒരു ബാത്റൂം വരുന്നത് ഇതുപോലെ താഴെയാണ് വെച്ചിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് പുറത്ത് ആർക്കെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിലത്തെ വീട്ടുകാർക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ പുറത്തൊരു ബാത്റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിനി താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ നോക്കിയേ, നമ്മുടെ എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലായാലും ഈ കോമൺ സ്പേസിലെല്ലാം തന്നെ ഇതുപോലെ ടൈൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിനി പെയിൻറ്റ് ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിനകത്ത് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വുഡിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്താൽ ഇന്നും പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ കണക്കാക്കി എടുക്കാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നീറ്റാണ്. അതൊന്നും നമുക്ക് മാറ്റേണ്ടി വരത്തില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പാളി. അതിൻ്റെ മേളിലേക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം നമുക്കിതായി 1, 2, 3 അങ്ങനെ 3 മുറികളാണ്. ഈ റൂമിനകത്ത് നമുക്കൊരു കിച്ചണോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ക്ലോസ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആദ്യം കാണിച്ചു തരാം. ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ലേ ഔട്ട് വരുന്നത്. പുറത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം.
നമുക്ക് പുറത്തുനിന്നുള്ള സ്റ്റേഴ്സ് ഉപയോഗിച്ച് ഈ ഒരു പാത്വേയിലൂടെ ഈ ഒരു നിലയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നമുക്കൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുപോലൊരു പാർട്ടിഷൻ വെച്ച് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. ശരിക്കും ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആയിട്ട് ചേർത്തിട്ട് വലിയൊരു ബെഡ്റൂം സ്പേസ് ആയിരുന്നു. അപ്പോൾ ഇത് ഇൻ കേസ് വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് പിന്നീട് ഇതിനകത്ത് കിച്ചൺ ചെയ്തത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയൊരു കബോർഡ് കാണാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ ഫുള്ള് കബോർഡാണ്. അതിൽ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമാണ്. ബാത്ത് ടബ് അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വലിയൊരു ബാത്റൂമാണ്. ഫുള്ളായിട്ട് നമുക്കിതുപോലെ ടൈലെല്ലാം ഒട്ടിച്ച് ബാത്ത് ടബ് അടക്കം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂം വരുന്നത്. എല്ലാ റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ, ഭയങ്കര വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത്തിരി ലൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വീട് ഫുള്ള് നല്ല കണ്ടീഷനിൽ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരിയധികം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആണ്. നമുക്കിതുപോലെ ബാത്ത് ടബ് പോലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹിൻഡ് വെയറിൻ്റെ സാനിറ്ററി വെയർസാണ് ഇതിനകത്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് നമുക്ക് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അതേ രീതിയിൽ ബാത്റൂം ഉണ്ട്. കബോർഡെല്ലാം ഈ കണക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണി സ്പേസ് ആണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ചാരൊക്കെ ഒരുക്കി നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് തടിയിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് കടൽ കാണാം. നോക്കി, കടൽ നമ്മുടെ വിഴിഞ്ഞത്തിന് പോട്ടെല്ലാം ഇങ്ങനെ തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കും. ആ രീതിയിലാണ് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി വരുന്നത്. ഇതിങ്ങനെ ചുറ്റി പോകുന്നുണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുറത്തുള്ള എക്സ്റ്റീരിയർ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ വലിയ വഴി, അതായത് വലിയ വണ്ടി വന്ന് കയറുന്ന വഴി ഇതാണ്. അതിനുശേഷം ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ പോയി ഇപ്പുറത്തേക്ക് ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ ഈ വഴി വരുന്നത് നമ്മൾ നേരത്തെ ആദ്യം ഇൻട്രോ പറഞ്ഞ ആ ഒരു ലൊക്കേഷനാണ്. മറ്റേ വഴിയും കറങ്ങി വരുന്നത് ഈ ഇൻട്രോ പറഞ്ഞ ലൊക്കേഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ അവിടെ റോഡ് കാണാം കേട്ടോ. അവിടെ ചെന്ന് കയറുന്നുണ്ടാവും. അപ്പോൾ ഇതുവഴിയാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് നടന്നിറങ്ങാനായിട്ട് ഒരു 30-40 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ 2 റൂം കാണാം. ഇത് രണ്ടും തമ്മിൽ കണക്റ്റ് ആയിട്ടുള്ള റൂംസാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് വലിയൊരു റൂം. ഇവിടെ അടുത്ത ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു റൂം കാണാം. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കതായി സെക്കൻഡ് ഫ്ലോറിൽ ഈ മുൻവശത്തുള്ള ഓപ്പൺ ടെറസ് ഇതുപോലെ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നേരത്തെ ഒരു കപ്പിളിനായിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മേളിലൊരു ഫാമിലി, മിഡിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു ഫാമിലി, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലൊരു ഫാമിലി, അങ്ങനെ 3 പാർട്ടിക്കായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് എൻട്രൻസ് വരുന്നത് ഈ രീതിയിൽ തന്നെ പിൻവശത്ത് നിന്നുള്ള ആ ഒരു സ്റ്റെയർ ഇങ്ങനെ കയറി ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. വീട്ടിനകത്തൂടെ അല്ലാണ്ട് തന്നെ എല്ലാ ഫ്ലോറിലേക്കും നമുക്ക് ഈ രീതിയിലൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കും പോലെ തോന്നുന്നു. രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ വീട്ടുമുറ്റത്തായിട്ട് വിഴിഞ്ഞം പോർട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. അത്ര അടുത്താണ് പോർട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. നമുക്കിനിയിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നവംബർ തൊട്ട് കരയിലൂടെയുള്ള ചരക്ക് നീക്കം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയധികം ആൾക്കാർ ഈ ലൊക്കേഷനിലേക്കൊക്കെ വന്ന് താമസിക്കാനും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും അതിനകത്തുള്ള വർക്കേഴ്സ് ആയാലും അങ്ങനെ ഒത്തിരിയധികം പേര് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. ആ രീതിയിലൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. നമുക്ക് വിഴിഞ്ഞം ജംഗ്ഷനിലായിട്ട് പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നല്ല വൈഡ് ആക്സസ് റോഡെല്ലാം ഉള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 2,30,00,000 രൂപയാണ്. 6.25 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അതായത് 6.72 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് 5000 സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന 3 നില കെട്ടിടമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കല്ല. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.